local linear approximation L of f of x y z is equal to x y z at the point P of 1, 2, 3. Compute the error approximation f by L at the point എന്ന് പറഞ്ഞിട്ട് Q 1.001, 2.002, 3.003 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഫങ്ഷൻ ആക്ച്വലി എക്സ് വൈ സെഡ് ആണ്. അതേപോലെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് 1, 2, 3 ആണ്. ആൻഡ് നെക്സ്റ്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത് 1.001, 2.002, 3.003 ഇതാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. ഇനി എഫ് പി നമുക്ക് ഫൈൻഡ് ചെയ്യണം. മീൻസ് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ തന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ ദാറ്റ് ഇസ് എഫ് പി. എഫ് അറ്റ് ദാറ്റ് പോയിന്റ് പി ആണ് എഫ് പി. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 ഇൻറ്റു വൈ ദാറ്റ് ഇസ് 2 ഇൻറ്റു 3. ദിസ് ഇസ് ഈക്വൽ ടു 6 ആണ്. നെക്സ്റ്റ് വാല്യൂ നമുക്ക് ഓരോ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് ഫൈൻഡ് ചെയ്യാം. അതിൻ്റെ ആ കറസ്പോണ്ടിങ് പോയിന്റിലുള്ള വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. ദാറ്റ് ഇസ് എഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു വൈ സെഡ് ആണ്. അറ്റ് ദ പോയിന്റ് എഫ് എക്സ് അറ്റ് 1, 2, 3 എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 6 ആണ്. ഇനി എഫ് വൈ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സെഡ് ആണ്. ആൻഡ് എഫ് വൈ അറ്റ് 1, 2, 3 ദാറ്റ്സ് ഈക്വൽ ടു 1 into 3 that's equal to 3. And the next is fz that's equal to xy. And at the point fz at 1, 2, 3 that is fz of p that's equal to 1 into 2 that's equal to 2. അപ്പം ഇത്രയാണ് വാല്യൂസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ ഓർ ഇതിൻ്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഫൈൻഡ് ചെയ്യുക. ദാറ്റ് ഇസ് എൽ ഓഫ് എക്സ് വൈ സെഡ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പി, അതായത് ആ ഒരു പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ പ്ലസ് എഫ് എക്സ് ഓഫ് പി ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ പ്ലസ് എഫ് വൈ ഓഫ് പി ഇൻറ്റു y minus y0 plus fz of p into z minus z0. This is equal to f of p യുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ആണ്. 6 plus fx of p that is also 6. 6 into x minus x0 that is x minus 1 plus x 1, 2, 3ലുള്ള വാല്യൂ ആണ്. അപ്പം എക്സ് 1, 2 മീൻസ് 1, 2, 3 എന്നുള്ള പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ ഇസ് 1, വൈൻ്റെ വാല്യൂ 2, സെഡ് വാല്യൂ ഇസ് 3 ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് എഫ് വൈ ഈക്വൽ ടു 3 ഇൻറ്റു എഫ് വൈ ഓഫ് പി ഇസ് 3 ഇൻറ്റു വൈ മൈനസ് y0 ദാറ്റ് ഇസ് y മൈനസ് 2 പ്ലസ് എഫ് സെഡ് ഓഫ് പി ഈക്വൽ ടു 2 ഇൻറ്റു സെഡ് മൈനസ് 3 ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ കറക്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും ദാറ്റ് ഇസ് ക്യൂവിലുള്ള വാല്യൂ, ക്യൂയുടെ വാല്യൂ നമുക്കറിയാം. നമുക്ക് തന്നിട്ടുള്ളത് 1.001 ആൻഡ് 2.002 ആൻഡ് 3.003 ആണ്. ആൻഡ് എൽ ഓഫ് ക്യൂയുടെ വാല്യൂ എൽ ഈ ഒരു ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ദ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് ഇത് പിയിലുള്ള വാല്യൂ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ ക്യൂവിലുള്ള വാല്യൂ എന്ന് പറയുന്നത് പിയിലുള്ള വാല്യൂ കറക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് 6.018 ഒക്കെ വാല്യൂ വരും. ആൻഡ് എൽ ക്യൂ വാല്യൂ ഇസ് 6 പ്ലസ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എക്സിന് വൈക്ക് സെഡിന് 1.001, വൈക്ക് 2.002 ആൻഡ് 3ക്ക് 3.003 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് 6 പ്ലസ് 6 ഇൻറ്റു 0.001. ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം കിട്ടിയിട്ടുള്ളതാണ്. ദിസ് ഇസ് 3 ഇൻറ്റു 0.002 പ്ലസ് 2 ഇൻറ്റു 0.003
0.003. This is equal to എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഏതാ വാല്യൂ വരുന്നത് എന്നുള്ളത്. ദെൻ എഫ് ക്യൂ വാല്യൂ, എഫ് അറ്റ് ദാറ്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, ആക്ച്വൽ സൊല്യൂഷൻ, ആക്ച്വൽ വാല്യൂ അറ്റ് ക്യൂ ആണ് എഫിൻ്റെ. ദാറ്റ് ഇസ് 1.x ഇൻറ്റു എക്സ് വൈ സെഡ് ആണ് എഫിൻ്റെ വാല്യൂ. അതിൽ നമ്മൾ എക്സിന് 1.001, 2.002 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.001 ഇൻറ്റു 2.002 into 3.003. This is equal to 6.018018006. ഇത്രയും ഡെസിമൽ പ്ലേസസ് എടുക്കാനുള്ള റീസൺ എറേഴ്സ് ഫൈൻഡ് ചെയ്യായതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് we know that the error is equal to minus fq modulus of minus fq minus lq ആണ്. This is equal to fq value is 6.018018006 minus 6.01 സംതിങ് എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ കറക്റ്റ് വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യണേ. ദാറ്റ്സ് ഈക്വൽ ടു 0.000018. ഈ ഒരു വാല്യൂ ഇത് തന്നെ അല്ലേ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. നെഗറ്റീവ് വാല്യൂസ് അല്ല ഇത് പോസിറ്റീവ് വാല്യൂസ് തന്നെയാണ്. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ മോഡുലസ് എടുക്കുന്നുണ്ട് അത് ഫൈൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വാല്യൂസ്, ഫൈനൽ വാല്യൂസ് നിങ്ങൾ ഇത് തന്നെ അല്ലേ എന്നുള്ളത് ബൈ മിസ്റ്റേക്ക് കാൽക്കുലേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മെത്തേഡ്സ് എല്ലാം കറക്റ്റാണ്. ഫൈനൽ വാല്യൂവിൽ ന്യൂമറിക്കൽ മീൻസ് നോർമൽ കാൽക്കുലേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് സെറ്റ് തന്നിട്ടുണ്ട്. ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും ആണ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സെറ്റിൻ്റെ വാല്യൂ ഇസ് എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് നമുക്കറിയാം, ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ ഫൈൻഡ് ചെയ്യുമ്പോൾ നോർമൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണ പോലെ കോഷ്യൻ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഫൈൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ മീനിങ് സെഡിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം ബി ഗെറ്റ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സസ് വൈ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു derivative of denominator, that is 2x with respect to x, by x square plus y square the whole square. That's equal to x square y plus y cube minus 2x square y by x square plus y square the whole square, which is equal to, ഇവിടെ ഒരു എക്സ് സ്ക്വയർ വൈ ഉണ്ട്, ഇവിടെ ഒരു 2x square y ഉണ്ട്. therefore this is equal to y cube minus x square y by x square plus y square whole square. ഇത് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. ഇനി നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യണം. ഡോ സെഡ് ബൈ ഡോ വൈ ദിസ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു derivative of numerator, that is with respect to y ആണ്. therefore x minus numerator into, that is xy into derivative of denominator with respect to y, that is 2y by x square plus y square the whole square, which is equal to x cube plus y square x minus 2x y square by x square plus y square the whole square, which is equal to x cube, ഒരു x y square minus 2x y square ഉണ്ട്, that's equal to minus x y square by x square plus y square the whole square. അപ്പോൾ നമ്മളടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടുമാണ്. ഈ രണ്ട് വാല്യൂസുമാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നോർമൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. സിമ്പിൾ മെത്തേഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഷോ ദാറ്റ് ദി ഇക്വേഷൻ
തന്നൊരു ഇക്വേഷൻ ഉണ്ട്, അത് വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പം വേവ് ഇക്വേഷൻ ഇതാണ്, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം ഇതിൽ തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ദാറ്റ്സ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് ഇ ടി ആണ്. അപ്പോൾ തന്നിട്ടുള്ളത് യു ആണ്. യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. എക്സിൻ്റെയും ടീൻ്റെയും ഫംഗ്ഷനാണ് യു എന്ന് പറയുന്നത്. ദെർഫോർ നമുക്ക് ഈ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും എല്ലാം ഫൈൻഡ് ചെയ്ത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഡോ യു ബൈ ഡോ ടി ഫൈൻഡ് ചെയ്യണം ആൻഡ് ഡോ യു ബൈ ഡോ എക്സ് ഒക്കെ ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഡോ യു ബൈ ഡോ ടി ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് സൈൻ്റെ ഡെറിവേറ്റീവ് ഇസ് കോസ് എക്സ് മൈനസ് സി ടി വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡിഫറൻസിയേഷൻ, ദെർഫോർ ഇൻറ്റു മൈനസ് സി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇസ് this is equal to minus c into cos x minus ct and dou square u by dou t square is equal to ഈ തന്നിട്ടുള്ളതിനെ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം വി ഗെറ്റ് മൈനസ് സി ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഇൻറ്റു എക്സ് മൈനസ് ഇ ടി ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടിയിലായതുകൊണ്ട് ഇൻറ്റു മൈനസ് സി എന്ന് വരും. ദിസ് ഇസ് ഫൈനലി 3 മൈനസ് സൈൻസ് വരും. ദെർഫോർ ഒരു മൈനസ് സൈൻ അവിടെ റിമൈനിങ് ആയിട്ടുണ്ടാവും. ആൻഡ് സി ഇൻറ്റു സി ദാറ്റ് ഇസ് സി സ്ക്വയർ സൈൻ എക്സ് മൈനസ് സി ടി. അപ്പം ഇതാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. നെക്സ്റ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഇസ് ഡോ യു ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുക. ദാറ്റ് ഇസ് cos with respect to x ലാണ് ഡിഫറൻസിയേഷൻ x minus et into derivative of x that is 1. next dou square u by dou x square this is equal to cos ന്റെ ഡെറിവേറ്റീവ് minus sin with respect to x തന്നെയാണ് ചെയ്യുന്നത്. therefore there is no other changes. ഇനി ഈ കിട്ടിയിട്ടുള്ളത് വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരു ടേം ഇതുമാണ്, ഒരു ടേം ഇതുമാണ്. അപ്പം ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ഇൻറ്റു ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു സി സ്ക്വയർ കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് മൈനസ് സൈൻ എക്സ് മൈനസ് സി ടി എന്ന് കിട്ടും. ഇത് മൈനസ് സൈൻ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സി ടി ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ദെർഫോർ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ള ആൻസർ ആയിട്ട് കിട്ടും.